ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മമത. ഇന്ന് എനിക്ക് കുറച്ച് നെയ്മത്തിയാണ് കിട്ടിയിരുന്നത്. അത് ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ 2 കഷ്ണം കുടംപുളി പിച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. അത് മാറ്റിയതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് അത് പൊട്ടുമ്പോൾ 20 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിട്ട് അതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കരിവേപ്പില കൂടെ അതിൻ്റെ കൂടെ പിച്ചിട്ട് കൊടുക്കാം. അത് വഴറ്റി വന്നതിന് ശേഷം ഒരു 4 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതും വഴറ്റിയതിന് ശേഷം കുറച്ച് 2 തക്കാളി അരിഞ്ഞത് വഴറ്റി മൂടി വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് അതിൽ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ മുളകും പൊടിയും എരിയുള്ള മുളകും പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. കരിയാതിരിക്കാനാണ് അങ്ങനെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിൽ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. അത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഫുൾ ഫ്ലെയിമിൽ. വെച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ നെയ്മത്തിയാണ് കഴുകി വൃത്തിയാക്കിയത്. അതിട്ട് കൊടുക്കാം. നന്നായി അതിട്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റോളം നന്നായി തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം പുളിയും ഉപ്പും നോക്കിയിട്ട് പുളിയോ എന്തെങ്കിലും കൂടുതലാണെങ്കിൽ അതിന് കിടന്ന ആ കുടംപുളിയുടെ ഇത് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അടച്ച് വെച്ച് 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വീണ്ടും വെച്ച് തിളപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്.